നമസ്കാരം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത് പല ആൾക്കാരും എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. സർ, വിഷ്വലൈസേഷൻ എങ്ങനെയാണ് ശരിക്കും പവർഫുള്ളായി ചെയ്യാൻ പറ്റുക? വിഷ്വലൈസേഷൻ എന്താണ്? പല ആൾക്കാരും ചോദിക്കാറുണ്ട്. അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യണത്. എന്നെ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് സുബീഷ് മേനോൻ. ഞാനൊരു ട്രാൻസ്ഫോർമേഷണൽ കോച്ചാണ്. എൻ്റെ യൂട്യൂബ് ചാനൽ വഴി ഞാൻ പല ലോ ഓഫ് അട്രാക്ഷൻ ടെക്നീക്സ്, അതുമാതിരി ഹോപ്പിനൊപ്പനോ ഹീലിംഗ് ടെക്നീക്സ് ഒക്കെ ഷെയർ ചെയ്യുകയാണ്. എന്നെക്കുറിച്ച് കൂടുതൽ അറിയണം, അല്ലെങ്കിൽ എൻ്റെ കോഴ്സിൻ്റെ ഭാഗമാണെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ ലിങ്ക് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക, എനിക്ക് മെസ്സേജ് അയയ്ക്കുക, ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അതുകൂടാതെ ഞാൻ എഴുതിയ 2 ബുക്കുകളുടെ ലിങ്കും ഈ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞ ടോപ്പിക്സ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് ഇമെയിൽ അയയ്ക്കുക, support@subishmenon.com. ഓക്കെ. ഈ വീഡിയോയുടെ ടോപ്പിക് എന്താണെന്ന് പറഞ്ഞാൽ വിഷ്വലൈസേഷനെ കുറിച്ചാണ്. എന്താണ് വിഷ്വലൈസേഷൻ? വിഷ്വലൈസേഷൻ വളരെ എളുപ്പമാണ്. നമ്മൾ ആ വേർഡ് തന്നെ അതിൻ്റെ മീനിങ് ഉണ്ട്. നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുക, അതായത് നമ്മുടെ ഗോൾസ്, നമ്മുടെ ഭാവി ജീവിതം, നമ്മുടെ ഡ്രീം ലൈഫ്, നമുക്ക് എന്തെങ്കിലും ഗോൾസ് ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്ത മാതിരി നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുക. അപ്പോൾ അത് ഏറ്റവും പവർഫുള്ളി ചെയ്യാൻ പറ്റും നമ്മൾ കണ്ണടച്ചിട്ടാണ്, അല്ലേ? കണ്ണടച്ചിട്ട് നമ്മൾ അത് സംഭവിച്ച മാതിരി നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യും. ഇതിൽ കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. പല ആൾക്കാരും അത് ചിലപ്പോൾ തെറ്റായിട്ടാണ് ചെയ്യുന്നുണ്ടാകുക. ഫസ്റ്റ് കാര്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വിഷ്വലൈസേഷൻ നമ്മൾ കാണുമ്പോൾ ജസ്റ്റ് കണ്ടാൽ മാത്രം പോരാ, അത് ആക്ച്വലി ഫീൽ ചെയ്യണം. കാരണം യൂണിവേഴ്സിൻ്റെ ലാംഗ്വേജ് എന്താണ്? വൈബ്രേഷൻസ്, ഇമോഷൻസ് ആണ്. അപ്പോൾ ഫീലിങ്സും ഇമോഷൻസും ഇല്ലാതെ നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്താൽ അത് എഫക്റ്റീവ് അല്ല. ഓക്കെ. പക്ഷെ എങ്ങനെയാണ് നമ്മൾ ഫീലിങ്സ് ക്രിയേറ്റ് ചെയ്യുക? നമ്മളത് ശരിക്കും സംഭവിക്കുന്ന മാതിരി നമ്മൾ അത് വിഷ്വലൈസേഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റൂ, അല്ലേ? അല്ലെങ്കിൽ ഫീൽ ആകില്ല. അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളൊരു മൂവി കാണുന്ന മാതിരി നമുക്ക് ആ മൂവി അറിയാം, നമുക്ക് ആ മൂവി ഡീപ്പായിട്ട് നമ്മൾ അതിൽ ഇൻവോൾവ് ആകുമ്പോൾ നമ്മൾ ഇമോഷണലി അതിലേക്ക് റിയാക്ട് ചെയ്തു, അല്ലേ? നമ്മളൊരു മൂവി പോയി കഴിഞ്ഞാണല്ലോ നമുക്കത് മൂവിയാ തോന്നി, നമുക്ക് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യില്ല, അല്ലേ? പക്ഷേ ശരിക്കും നമ്മൾ ആ മൂവിയിൽ ഇൻവോൾവ് ആകുമ്പോൾ നമുക്കത് ഫീൽ ആവും. അതേമാതിരി നിങ്ങൾ വിഷ്വലൈസേഷൻ ഒരു മൂവി കാണുന്ന മാതിരി നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുക. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ഭാവി ജീവിതം അത് സംഭവിച്ച മാതിരി വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി നമുക്ക് ആ ഫീലിങ്സ് വരും, ആ ഹാപ്പിനെസ്, ആ എക്സൈറ്റ്മെൻറ്റ് വരും. ഓക്കെ. പക്ഷേ പല ആൾക്കാർക്കും അത് സംഭവിക്കാതെ എന്തുകൊണ്ടാണ് പറഞ്ഞാൽ, അവർക്ക് എന്താ വേണ്ടതെന്നുള്ള ക്ലാരിറ്റി ഇല്ല. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഇത്ര പൈസ വേണം, പക്ഷേ അത് എത്ര പൈസ വേണം, അതുമാതിരി ആ പൈസ ആക്ച്വലി സംഭവിക്കുന്ന നിങ്ങൾക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറയാം, നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്കൊരു മെസ്സേജ് വരണു, ഇത്ര എമൗണ്ട് നിങ്ങളുടെ ബാങ്കിലുണ്ട്, ക്രെഡിറ്റായി എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരണു. അത് നിങ്ങൾ കാണുന്നു. അത് കാണുമ്പോൾ നിങ്ങൾ ഹാപ്പി ആകണു, നിങ്ങൾ എക്സൈറ്റഡ് ആകണു. അതുമാതിരി റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾ ആക്ച്വലി റിലേഷൻഷിപ്പിൽ എന്താ സംഭവിക്കുന്നത്? അവർ പറയുന്നത് കേൾക്കുന്നു, നിങ്ങൾ പറഞ്ഞ അവർ കേൾക്കുന്നു, നിങ്ങൾ ഒന്നിച്ചൊരു സ്ഥലത്ത് പോകണു. ഇറ്റ് ക്യാൻ ബി എനി റിലേഷൻ. അപ്പം നിങ്ങൾക്ക് ബേസിക്കലി എന്താ ചെയ്യേണ്ടത്? വിഷ്വലൈസേഷൻ ചെയ്യണം മുമ്പേ യു ഹാവ് ടു ഡു സംതിങ് എൽസ്. എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ, നിങ്ങളൊരു ഒരു ബുക്കോ ഒരു പേപ്പറോ എടുത്തിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ സ്റ്റോറി എഴുതാം. ഒരു സിനിമയിലെ സ്ക്രിപ്റ്റ്, ഒരു മൂവിയിലെ സ്ക്രിപ്റ്റ് മാതിരി നിങ്ങളുടെ വിഷ്വലൈസേഷന് നിങ്ങളൊരു സ്ക്രിപ്റ്റ് എഴുതണം. ഡീറ്റെയിൽ ആയിട്ട് എഴുതി അത്രയും നല്ലത്. എന്നിട്ട് അത് നിങ്ങളത് വായിക്കണം. അത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എക്സൈറ്റ്മെൻറ്റ് വരാൻ നോക്കണം. എക്സൈറ്റ്മെൻറ്റ് വരുന്നില്ലെങ്കിൽ അത് ചെയ്തിട്ട് കാര്യമില്ല. അതിലെന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു മൂവിയെ മാതിരി തന്നെ നമ്മളൊരു മ്യൂസിക് ആഡ് ചെയ്യുകയോ, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും വേറെ സിറ്റുവേഷൻ ആഡ് ചെയ്യുകയോ, നമ്മളെ ഡയറക്ടർ നമ്മുടെ ആ വിഷ്വലൈസേഷൻ സ്ക്രിപ്റ്റിൽ നമ്മളത് മാക്സിമം അതിനെ എക്സൈറ്റ്മെൻ്റ് ആക്കണം. അത് നമ്മുടെ ജോലിയാണ്. അത് നിങ്ങൾക്കേ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ, ഫോർ എക്സാമ്പിൾ, ആ സമയത്ത് നിങ്ങളുടെ ഒപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു കരിയർ എഴുതുകയാണ്, അല്ലെങ്കിൽ ഒരു മണി എഴുതുകയാണെങ്കിൽ തന്നെ ആ മണി കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതണം. ബാങ്ക് ബാലൻസ് കണ്ടാൽ മാത്രം പോരാ, അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ഫാമിലിയായിട്ട് ചിലപ്പോൾ ഒരു ട്രിപ്പ് പോകണോ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന സാധനം കാറ് മേടിക്കുന്നു, അല്ലെങ്കിൽ വീട് മേടിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം നിങ്ങൾ ഡ്രസ്സ് മേടിക്കുന്നു. അതൊക്കെ നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുക. കാരണം അതുകൊണ്ട് എന്താ ചെയ്യണത്? അതുപോലെ റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ആകുമ്പോൾ എന്താ ചെയ്യണം? ഹെൽത്ത് ഇമ്പ്രൂവ് ആകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ? നിങ്ങൾ ആക്ച്വലി ആ ഗോളും കൊണ്ട് നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾ വേണം അതിൽ എഴുതാൻ.
കാരണം ഗോൾ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഗോള്? ആ ഗോളും കൊണ്ട് നിങ്ങൾ ജീവിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുന്നത്, അല്ലേ? സോ ആ ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ജീവിക്കേണ്ടത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത്, അതുകൊണ്ട് എന്താ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ടാണ് ആ ഗോൾ വേണ്ടത്, അല്ലേ? നിങ്ങൾക്കൊരു റീസൺ ഉണ്ടാവും. റീസൺ ഇല്ലെങ്കിൽ, അത് എക്സൈറ്റ്മെൻറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ഗോളല്ല. നിങ്ങൾ ഗോൾ മാറ്റുക. ഓക്കെ? അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾ നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഒരു കാര്യം തന്നെയാണ്, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരണം, അത് ഫുള്ളായിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ നോക്കുക. എന്നിട്ടത് വായിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുക. വായിച്ച് നിങ്ങൾ കണ്ണടച്ചിട്ട് അത് ഇമാജിൻ ചെയ്യുക, അത് മാക്സിമം ഫീൽ ചെയ്യുക. പറ്റിയ രാവിലെയോ വൈകിട്ടോ കിടക്കണ മുമ്പേ അത് എണീറ്റിട്ടോ ആ സമയത്ത് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. ഒരു മ്യൂസിക് വേണമെങ്കിൽ പ്ലേ ചെയ്യാം, ഒരു നല്ല സോഫ്റ്റ് മ്യൂസിക്, വിഷ്വലൈസേഷൻ മ്യൂസിക് കിട്ടും, യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അത് പ്ലേ ചെയ്യുക. എന്നിട്ട് ഈ സ്ക്രിപ്റ്റ്, ഈ മൂവി, ഇത് നിങ്ങൾ വിഷ്വലൈസേഷൻ മൂവി നിങ്ങൾക്ക് പേരിടാം. ഈ വിഷ്വലൈസേഷൻ മൂവി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ നോക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് റിസൾട്ട്സ് വരും. ഇമോഷൻസ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ? സോ ഇതാണ് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം വിഷ്വലൈസേഷൻ ചെയ്യാൻ. ഫസ്റ്റ് നിങ്ങളുടെ ചെറിയൊരു ഹോംവർക്ക് ചെയ്യണം, ഒരു മൂവി എഴുതണം, ഒരു സ്ക്രിപ്റ്റ് എഴുതണം. ഇനി ആ സ്ക്രിപ്റ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ ഗോൾസും നിങ്ങൾക്ക് ഇൻക്ലൂഡ് അത്രയും നല്ലത്. ഫോർ എക്സാമ്പിൾ ഹെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ട്, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എഴുതുകയാണെങ്കിൽ അതും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതും ഇറ്റ്സ് അപ് ടു യു. പക്ഷേ ഇറ്റ് ഷുഡ് ബി വെരി ക്ലിയർ. നിങ്ങളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കണം. അത് എക്സൈറ്റ് ചെയ്യിപ്പിക്കണം. നിങ്ങൾ കണ്ണടച്ചിട്ട് ആ പാട്ടും കേട്ട് നിങ്ങളത് ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയങ്കര സംഭവിച്ചു കഴിഞ്ഞാൽ വാട്ട് ഈസ് യുവർ ആ ഹാപ്പിനെസ്, ആ എക്സൈറ്റ്മെൻറ്റ് അത് ഫീൽ ചെയ്യണം. ഓക്കെ? സോ ഇങ്ങനെയാണ് നമ്മൾ വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഓക്കെ? സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. സോ ദാറ്റ് നെക്സ്റ്റ് വീഡിയോ വരുമ്പോൾ നമുക്കൊരു മെസ്സേജ് കിട്ടും. സോ ദാറ്റ്സ് ഇറ്റ്. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ഞാൻ എപ്പോഴും പറയണ മാതിരി, heal yourself first and heal the world. Okay? Thank you.